നമസ്കാരം. രാധാകൃഷ്ണനാണ്. ഞാൻ വന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പറയുന്ന അല്പം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഒരാൾക്കെങ്കിലും നന്മ കിട്ടിയാൽ എനിക്ക് സന്തോഷമായി. മറുനാടൻ മലയാളി ചാനൽ അതിലൊരു വാർത്ത കണ്ടു. വാർത്തയല്ല, സത്യമാണ്. ഏറ്റവും സത്യം പറയുന്നൊരു മാധ്യമമാണ് മറുനാടൻ മലയാളി. ആരെയും പേടിക്കാതെ പറഞ്ഞത്. എനിക്ക് ആ മറുനാടൻ മലയാളി ഷാജഹാൻ്റെ മാധ്യമത്തിലൂടെ ഭയങ്കര ബഹുമാനമാണ്. വളരെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന മാധ്യമം. അതിൽ വന്ന ഒരു കാര്യമാണ് ഈ കുഴിമന്തി. ദൈവത്തെ വിചാരിച്ച് കുഴിമന്തി നിങ്ങൾ കഴിക്കരുത്. അതിൽ വലിയ അപകടങ്ങൾ ചേർന്നിരിക്കുകയാണ്. ആ അപകടങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഓരോയിടത്തും അതിലൊരു ഈ ടൈലിൻ്റെ പണിക്ക് പോകുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകളെ ജന്മനാളിന് ഈ കുഴിമന്തി വാങ്ങിച്ചു കൊടുത്ത് ആ കുഞ്ഞുങ്ങളെല്ലാം ആശുപത്രിയിലായി. നിങ്ങൾ നോക്കാം, ഇന്ന് 7,000 രൂപ ആയെന്ന് പറഞ്ഞാൽ ആ അമ്മ കരയാണ്. ആ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ കുഞ്ഞുങ്ങളെ ജന്മനാൾ വരുമ്പോൾ നമ്മളെ വീട്ടിൽ ആഹാരം വെച്ച് പായസമൊക്കെ വെച്ച് നമ്മളെ അച്ഛനും മക്കളും ഇന്ന് സന്തോഷത്തോടെ കഴിക്കുക. അതാണ് സാധാരണ ജന്മനാളിന് തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഒരു പേഷനുസരിച്ച് ഒരു ജന്മനാൾ വന്നു കഴിഞ്ഞാൽ ഉടൻ കുഴിമന്തി അത് വാങ്ങിച്ച് കഴിക്കുക. അത് ഏറ്റവും വലിയ വിഷം ചേർക്കുന്ന സാധനമാണ് കുഴിമന്തി. അതിൻ്റെ ഒരു കാരണം അതുപോലെ തന്നെ ഈ തമിഴന്മാരെ ചായക്കട, ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടുള്ളതാണ്. ഈ തമിഴന്മാരെ ചായക്കടയ്ക്ക് നിങ്ങൾ ചായ കുടിക്കില്ല. ഞാൻ 38 വർഷം കഴിഞ്ഞു ചായക്കട പണിയായിട്ട്. ഇത്രയും തമിഴന്മാരെ കടുപ്പമുള്ള തേയിലേ ഇല്ല. ആദ്യം 3 സ്റ്റാർ എന്ന് പറഞ്ഞ തേയില ഇറങ്ങി, അത് കഴിഞ്ഞ് 3 റോസ് എന്ന് പറഞ്ഞിറങ്ങി, അത് കഴിഞ്ഞ ശേഷം പിന്നെ കണ്ണൻ ദേവൻ ലൂസ് തേയില. ഇങ്ങനെ ഈ തേയില എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ തേയിലയ്ക്കൊന്നും ഇത്രയും കടുപ്പമില്ല. പാലുകൾ മിൽമ പാൽ തൊട്ട് എല്ലാ പാലും ഉണ്ട്. പശുമ്പാൽ, മിൽമ പാൽ. ഈ പാലുകളിൽ ഈ തമിഴന്മാരെ അടിക്കുന്ന കട്ടി കാണില്ല. നമ്മൾ മലയാളികൾ വിദ്യാഭ്യാസമുണ്ട്, വിവരം കുറവാണ്. കാര്യം ഇവന്മാർ ചക്ക മുട്ട കൊണ്ട് വിറ്റ് ചക്ക വാങ്ങിച്ച് കഴിക്കുന്നവന്മാരാണ്. വലിയ സ്വാസ്ഥ്യതയും മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ബോധമില്ലാത്തവന്മാരാണ്. ഈ ചെന്ന് കഴിക്കാൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഈ തമിഴന്മാരെ കടയിൽ ഈ എണ്ണച്ചട്ടിക്കകത്ത് പ്ലാസ്റ്റിക് ഇടും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വടയിൽ എണ്ണ പിടിക്കാതിരിക്കാൻ, പിന്നെ നല്ല മിനുമിനായിട്ട് കാണാൻ വേണ്ടിയാണ് എണ്ണച്ചട്ടിയിൽ പ്ലാസ്റ്റിക് ഇടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവന്മാർ തേയിലല്ല, പാലല്ല, അത് വേറെ ചൂടാവും ദൂരം കട്ടിയാണ്. അത് നിങ്ങൾ കുടിച്ചാൽ ഒരു ഗ്ലാസ് നിറച്ചൊഴിച്ച് ഇത്തിപ്പൂരം ഒഴിക്കും. പിന്നെ ഞാനൊരു കച്ചവടക്കാരനാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 1 ലിറ്റർ പാലിൽ അങ്ങേയറ്റം പെയ്യാൻ ഒരു 10 ചായ അടിക്കാം. 10 ചായ സൂക്ഷിച്ചടിക്കാം. 1 ലിറ്റർ പാലിൽ അത്രേ പറ്റൂ. ആ 1 ലിറ്റർ പാലിന് 10 ചായ അടിക്കുമ്പോൾ എത്ര? ഇന്നത്തെ വില അനുസരിച്ച് 120 രൂപ ചായക്കായി, 60 രൂപ പാലിനായി. പിന്നെ എത്ര രൂപ മിച്ചമുണ്ട്? നിങ്ങൾ നോക്കണം, പഞ്ചായത്തും തേയിലയും ഗ്യാസിൻ്റെയും വില. അപ്പോൾ ഈ ചായയിലൊന്നും കിട്ടില്ല. അത് ഭയങ്കര നഷ്ടപ്പെട്ട ഒരു കച്ചവടമാണ് ചായ, അറിയാമെന്നുള്ളത്. പക്ഷേ തമിഴിൻ്റെ ചായ അങ്ങനെയല്ല. അവൻ 3/4 ഗ്ലാസ് പാലൊഴിച്ചിട്ട് അല്പ ഡിക്കേഷനാണ്. നിങ്ങൾക്ക് അത് കാണുന്നതാണ് നിങ്ങൾക്ക് വലുത്. കാഴ്ചക്കാർ അങ്ങനെ. നിങ്ങൾ ഈ ഏറ്റവും ഫ്രീ എവിടെ കിട്ടും, അല്ലെങ്കിൽ ചുമ്മാ എവിടെ കിട്ടും, ഇതൊക്കെയാണ്. ആരും ചുമ്മാ ഒന്നും തരില്ല. എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു അജണ്ട കാണും. അത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഈ ക്രിയാറ്റിൻ്റെ അളവ് 8, 9 കാണിച്ചു. അങ്ങനെ എൻ്റെ ഭാര്യ ഉൾപ്പെടെ പേടിച്ച് കിംസിൽ പോയി നോക്കിയപ്പോൾ ക്രിയാറ്റിവ് 9 അവന്മാർ സ്കൂൾ വിട്ട് പേടിപ്പെടുത്തി. അപ്പോൾ എന്ത് ചെയ്ത്, ആദ്യം എന്നെ മറ്റേ വീൽ ചെയറിൽ ഇരുത്തി നേരെ തള്ളിക്കൊണ്ട് പോയിട്ട് മൊത്തം ടെസ്റ്റ് 7,000 രൂപ ടെസ്റ്റ് കൂലി ചെയ്തത്. അവിടെ ശരി ആകപ്പാടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഗുളിക 16,000 രൂപ ഗുളിക, ഇതെല്ലാം കൂടെ എഴുതി തന്നു. 1 മാസം കഴിഞ്ഞ് വീണ്ടും പോകണം. വീണ്ടും 800 രൂപയാണ് അവിടുത്തെ ഫീസ് ഡോക്ടറെ കാണാൻ. ഈ പൈസയും കൊടുത്തതിന് ശേഷം വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ഉള്ള ടെസ്റ്റ് അത്രയും എഴുതും. 4,000-4,500 ടെസ്റ്റ്. ഇങ്ങനെ ഞാൻ പൈസ കൊടുത്തുകൊണ്ടും വന്നുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് കുറവൊന്നുമില്ല, ക്രിയാറ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് എൻ്റെ തട്ടുകടയിൽ ഒരു ഡോക്ടർ കാപ്പി കുടിക്കാൻ വന്നത്. അദ്ദേഹം ജർമ്മനിൽ ഡോക്ടറാണ്. ഇവിടെ യാദൃശ്യമായിട്ട് എൻ്റെ കടയിൽ വന്നതാണ് കാപ്പി കുടിക്കുക. അദ്ദേഹം തട്ടുകടയിൽ കാപ്പി കുടിക്കുന്നത് ഇഷ്ടമായിട്ട് വന്ന് ഇങ്ങനെ കാപ്പിയെ കുടിച്ചിരുന്നപ്പോൾ എൻ്റെ സാധനം കൊള്ളാമെന്നുള്ളത്, കാപ്പി ആഹാരങ്ങളെ കൊള്ളാം, ഭക്ഷണം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാർ എവിടെയാണ്? ഞാൻ ജർമ്മനിലാണ്, ഞാൻ ജഗതിയിലുള്ളതാണ്, ജർമ്മനിലാണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത്. 4-5 വർഷമായി നാട്ടിൽ വന്നിട്ട്. അപ്പോൾ എനിക്ക് തട്ടുകട ഭക്ഷണം ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണ് വന്നത്. അങ്ങനെ ഈ ജർമ്മൻ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഈ ക്രിയാറ്റിൻ്റെ ലെവൽ എനിക്ക് കൂടെയാണ്, എന്ത് ചെയ്യണം? അതെന്താണ് കാര്യം? ഇങ്ങനെ പുറകില്ലല്ലോ, അത് ഇങ്ങനെ കൂടി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, താങ്കൾ എന്തൊക്കെ കഴിക്കുന്നില്ല? നമ്മൾ അത്യാവശ്യം തീവ്ര ഇറച്ചി കഴിക്കാറുണ്ട്, പപ്പടം കഴിക്കാറുണ്ട്, ചോറ് കഴിക്കാറുണ്ട്, പിന്നെ മുട്ട കഴിക്കാറുണ്ട്, പിന്നെ അങ്ങനെയുള്ള ആഹാരം, പിന്നെ ഏത്തപ്പഴം കഴിക്കാറുണ്ട്, 2-3 പഴം കഴിക്കാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഗുളിക കഴിച്ച് അസുഖം മാറിയ ചരിത്രമില്ല, മാറുകയില്ല, അതങ്ങനെ മാറില്ല. അതിനേക്കാളും നിങ്ങളൊരു കാര്യം ചെയ്യണം, പിന്നെ യോഗ ദിവസവും ചെയ്യുക.
ഒന്ന്. രണ്ടാമത് മിരിങ്ങയില, കീര ഇതൊക്കെ കഴിക്കുക. ഏത്തമ്പഴം ഒഴിവാക്കുക. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ പേരയ്ക്കയോ പപ്പങ്ങയോ ആപ്പിളോ വേണമെങ്കിൽ കഴിക്കാം. ബാക്കിയുള്ള എല്ലാം മതിയാക്കുക. എണ്ണപ്പലഹാരങ്ങൾ ഒട്ടും കഴിക്കാതിരിക്കുക. അങ്ങനെയുള്ള കുറേ പഥ്യങ്ങൾ പറഞ്ഞു. മുരിങ്ങയിലയാണ് മെയിനായിട്ട് കഴിക്കണം. ദിവസം യോഗ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതിനെ പെട്ടെന്ന് എൻ്റെ ഉൾമനസ്സ് തോന്നി ഇത് ചെയ്യാം. അതുവരെ ആ ഡോക്ടർ പറഞ്ഞു, ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് എല്ലാ ഇതും കുറവുണ്ട്. ഇത് തന്നെ നിങ്ങൾ ഈ ആശുപത്രി ചെന്നുകൊണ്ട് യുവമാർക്ക് പൈസ കൊടുത്ത് ഈ കെട്ടണ ഓരുന്നവരെ പൊങ്ങി നമ്മളെപ്പോലുള്ള പൈസയാണ്. ചെറിയൊരു അസുഖത്തിന് പെയ്യാതെ യുവമാർ ഉള്ള ബ്ലഡ് അത്രയും ചെക്ക് ചെയ്യിപ്പിക്കും. ഇത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഒരു ഡോക്ടറിന് ടാർജറ്റുണ്ട് ഇത്ര രൂപ ഉണ്ടാവണമെന്ന്. അത്രയും രൂപയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ മായം ചേർത്ത ഭക്ഷണങ്ങൾ കഴിവിൻ്റെ പരമാവധി ഈ കടക്കിൽ നിന്ന് കഴിക്കരുത്. കാര്യം യുവമാർ കഴിച്ചില്ലെങ്കിൽ കഴിച്ചാലുണ്ടാക്കും. ചിലവന്മാർ തുപ്പി ഉണ്ടാക്കണം ആഹാരം. അത് ഒരു ഇതാണ്. പിന്നെ ഈ മയക്കുമരുന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ജിമ്മിൽ നിന്ന് വരെ മയക്കുമരുന്ന് പിടിച്ചിരുന്നത് 10 ലക്ഷം രൂപ മയക്കുമരുന്ന്, MDMA കഞ്ചാവും ജിമ്മിൽ നിന്ന്. ഇത് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പ്രയാസം തോന്നും. ഇത് ഒരു സമുദായക്കാരാണ് ഈ മയക്കുമരുന്ന് അത്രയും ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി ആരാണ്. ഞാനത് പറയുന്നില്ല ഏത് സമുദായമാണ്. പിടിക്കുന്ന എല്ലാ അവന്മാരാണ്. അപ്പോൾ നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുക. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരെ ശ്രദ്ധിക്കുക, പഠിക്കുന്നുണ്ടോ ഇല്ലയോ, അവർ ഏതൊക്കെ വഴിക്ക് പോകണം, അവരെ കൂട്ടുകെട്ട് ആരാണ്, എങ്ങനെയുള്ള കൂട്ടുകെട്ടുകളാണ് എന്നുള്ളത് നിങ്ങൾ രക്ഷകർത്താവ് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, നിങ്ങളെ ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങൾ പൈസ മാത്രം കൊടുത്തയക്കല്. 100 രൂപ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ചിലവ് എന്തെന്ന് അന്വേഷിച്ചിട്ട് വേണം കൊടുക്കാൻ. അല്ല ചാടിക്കര പൈസ ഒന്നും കൊടുക്കരുത്. അപ്പോൾ മെയിനായിട്ട് യുവമാരെ കടകളിൽ നിന്ന് ആഹാരങ്ങൾ നിങ്ങൾ കുറയ്ക്കണം. കഴിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം പറയണം. കാര്യം യുവമാർ മായം ചേർപ്പിൻ്റെ അങ്ങേ അറ്റമാണ്. ഈ യുവമാർ കാരണമാണ് നമ്മളെ ജനങ്ങൾ ആശുപത്രിയിലാവുന്നത്. ഞാൻ ഈ ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്ക് യോഗ ചെയ്യുക. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, അതെനിക്കറിയാം. അത് ഇവന് ഭയങ്കര വിദ്യാഭ്യാസം എന്നുള്ളതല്ല, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. നിങ്ങൾ നന്നായി യോഗ ചെയ്യുക, ഇതുപോലെ കീര ഐറ്റങ്ങൾ കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഓറഞ്ച് കടകളിൽ പണ്ടൊക്കെ ഈ ഈച്ച വന്നിരിക്കുമായിരുന്നു, മുന്തിരിയിൽ ഓറഞ്ചിൽ. ഇന്ന് ഏതെങ്കിലും ഈച്ച ഉണ്ടോ? ഇല്ല. അതൊക്കെ പോട്ട്. കരുവാടിൽ എറുമ്പരിക്കുമോ? ഇല്ല. അതെന്തുകൊണ്ട്? കരുവാടിൽ എറുമ്പരിക്കാതിരിക്കാൻ DDT പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് എറുമ്പ് ഒരിക്കലും അരിക്കില്ല. അതുപോലെ ഈ പല പഴവർഗ്ഗങ്ങളിൽ ഇവന്മാർ ഈ കടകളിൽ പഴവർഗ്ഗങ്ങളുണ്ട്. ആ പഴവർഗ്ഗങ്ങൾ അത്രയും കാർബൺ വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഒരെണ്ണം പൊടി മീനിൽ, പച്ച മീനിൽ വാരിയിടുന്നത് ഈ അമോണിയ വാരിയിടുന്നത്. ഇങ്ങനെ നമ്മളെ വിഷം തീറ്റിക്കാൻ. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു സ്വഭാവം എന്നറിയാം, ഒരു കേടായ പഴം ഉണ്ടെങ്കിൽ വാങ്ങിക്കില്ല, കേടായ ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരു പുഴു കടിച്ച് വാങ്ങിക്കില്ല, ഒരു കീരയിൽ പുഴു വെട്ടി വാങ്ങിക്കില്ല. നിങ്ങളിത് ദൈവം നമുക്ക് നിശ്ചയിക്കണം. ഈ പുഴു കഴിക്കുന്ന സാധനം നമുക്ക് നന്നായിട്ട് കഴിക്കാം. അതൊരു പരീക്ഷണമാണ്. പണ്ടൊക്കെ ആഹാരം ഉണ്ടാക്കുമ്പോൾ ആദ്യം കാക്കയ്ക്ക് വയ്ക്കും. കാക്ക അല്പപ്രാണിയാണ്, വിഷം ഉണ്ടെങ്കിൽ ചത്തുപോകും. അതുകൊണ്ടാണ് കാക്കയ്ക്ക് വയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ പുഴു കഴിക്കുന്ന ഏത് സാധനം നന്നായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അതുകൊണ്ട് പൊതുജനങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ആരെങ്കിലും ഒരാൾ കേട്ട് ഇത് മനസ്സിലാക്കാൻ വിചാരിച്ചാൽ എൻ്റെ വിജയമാണ്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക. നമ്മളെ ജന്മനാളിനൊക്കെ വീട്ടിൽ വെച്ച് ആഹാരം വെച്ച് മക്കൾക്ക് കൊടുക്കുക. നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക. ഈ ചായക്കടയിൽ മന്തിയും ഗിന്തിയും ഒന്ന് വാങ്ങിച്ച് കഴിച്ച് ആശുപത്രി പോയാൽ മന്തി വാങ്ങിച്ച് കഴിച്ചിട്ട് 7000 രൂപ ആ സ്ത്രീ കരയുന്നല്ല. എന്ത് യോഗ്യത ഉണ്ടോ ആ സ്ത്രീക്ക്? എനിക്ക് അവർക്ക് എന്ത് യോഗ്യത? എൻ്റെ മനസ്സിൽ അവർക്കൊരു യോഗ്യത തോന്നില്ല. ഇപ്പോൾ എൻ്റെ മോന് ജന്മനാൾ ഞാൻ 20ാമത്തെ വയസ്സായപ്പോൾ ഞാൻ അവിടെ കൂടി. അത് വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നമ്മൾ വർഷം വീട്ടിൽ വെച്ച് തന്നെ പായസം വെച്ചും വീട്ടിൽ വെച്ചുള്ള ആഹാരങ്ങളാണ് കൊടുക്കുന്നത്. ആരെങ്കിലും ജന്മനാളിന് ഇത് ഇറച്ചി വയ്ക്കില്ല. ആ പാരമ്പര്യമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പാഷൻ ഓർഡർ ചെയ്യുക, മന്തി കുളിച്ച് ഒരുങ്ങി നിന്നുകൊണ്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്തിങ്ങി വരിക. അതങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നല്ല ആഹാരം മക്കൾ കൊടുക്കുക. നിങ്ങളെ മക്കൾ നന്നായിരിക്കും. പിന്നെ ഇപ്പോൾ കരഞ്ഞൊരു കാര്യമുണ്ട്, 7000 രൂപ ബില്ല് അടയ്ക്കാൻ നിർത്തി എൻ്റെ ഭാര്യയ്ക്ക് ടൈലിൻ്റെ പണിയാണ്. ഈ ടൈലിൻ്റെ പണിയാണെന്ന് അറിയില്ല, നമ്മളെ വരുമാനത്തിന് ഒത്ത് ചിലവാക്കണം. നമ്മളെ വരുമാനം കുറവാണെങ്കിൽ നമ്മളെ അനുസരിച്ച് ചിലവ് ചെയ്യണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെട്ടു പോകാറുള്ളൂ. മനസ്സിലായില്ലേ? അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഞാൻ രക്ഷപ്പെട്ട എങ്ങനെയാണ് എന്നുള്ള ഇനിയൊരു വീഡിയോയിൽ ഞാൻ അത് പറയാം. അത് ഒരു ചരിത്രം, അത് പറഞ്ഞാൽ ഈ വീഡിയോ ഒരുപാടായിപ്പോൾ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നമസ്തേ, താങ്ക് യു.